അനന്തൻകാട് പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമ. ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത് സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഞാൻ പറയാമെന്ന്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ മുകളിലാണ് കേട്ടോ സെക്കൻഡ് ഹാഫ്. അതിൻ്റെ ഒരു പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് സാധനം. കിട്ടില്ല മേക്കിങ്, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ജയൻ കൃഷ്ണകുമാറാണ് ഡയറക്ടർ. ഇദ്ദേഹത്തിന്റെ മറ്റു 2 സിനിമകളാണ് നമ്മുടെ ടിയാൻ, നമ്മുടെ പൃഥ്വിരാജിനെ നായകനാക്കി എടുത്ത സിനിമ. അതിൽ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. പിന്നെ തമിഴ് റൺ ബേബി റൺ എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ശ്രീലങ്ക ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വെട്രി എന്ന് പറയുന്ന നമ്മുടെ ആര്യയുടെ ഒരു പെർഫോമൻസ്. ആ ഒരു 10 മിനിറ്റ് ഒരു സീനുണ്ട്, അത് ഭയങ്കര മേക്കിംഗ് ആയിരുന്നു കേട്ടോ. അത് വേറെ ലെവല് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സാധനം. സ്ക്രിപ്റ്റ് ഡയറക്ടർ മുരളി ഗോപി, മോനെ എന്നാ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്, വേറെ ലെവല് സാധനം. അതായത് കഥ, തിരക്കഥ, സംഭാഷണം ഒന്നും പറയാനില്ല. ബിഗ് സല്യൂട്ട്. അമ്മാതിരി സാധനം, കിഡിലൻ സ്ക്രിപ്റ്റ്, ഒന്നും പറയാനില്ല. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്ക്രിപ്റ്റ്, ഗംഭീര മേക്കിങ്. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഗംഭീരമായിട്ടൊരു മേക്കിങ് ഇയാൾ കൊണ്ടുവരും. കാരണം ഇയാൻ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടതാണ്, പക്ഷേ പുള്ളി പൊളിച്ചിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിനകത്തേക്ക് ക്യാരക്ടർ ബേസ് വരികയാണെന്നുണ്ടെങ്കിൽ മുരളി ഗോപി ഇതിനകത്ത് തങ്കൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഇരിക്കുന്നത്. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ടുള്ള ലോക്കൽ ഗുണ്ട സെറ്റപ്പ്. പുള്ളിയുടെ ഗ്യാങ്ങിലുള്ളതാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ, മണിയൻ, പിന്നെ നമ്മുടെ അപ്പാണി. പുതിയൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിയുടെ പേര് അത്ര പിടുത്തം കിട്ടുന്നില്ല. പൊളിറ്റിക്കൽ ത്രില്ലറാണ് സിനിമ. കാരണം ഇവരെ വെച്ചിട്ട് സംഭവങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ കഥയിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരുന്നില്ല, കാരണം അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ലെവൽ ഇങ്ങനെ പോയിരുന്നു. ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ കയറി പോകുക. ശ്രീലങ്കയിലുള്ള ആ ഒരു സംഭവം കഴിഞ്ഞും പിന്നെ കാണിക്കുന്ന നമ്മുടെ കേരളമാണ്. കേരളത്തിലെ ഈ ലോക്കൽ ഗുണ്ട സെറ്റപ്പായിട്ടുള്ള ഇവരെ വെച്ചിട്ട് പൊളിറ്റിക്കൽ, സാധാരണ നമ്മൾ കാണാറുള്ള സംഭവം. കാരണം ഇദ്ദേഹത്തിൻ്റെ എല്ലാ സ്ക്രിപ്റ്റിലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് കടന്നു വരാറുണ്ട്. അത് ഗംഭീരമായിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ പെർഫോമൻസ്. പുള്ളി പറയുന്ന ഓരോ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, ഓ ഞാൻ സത്യം പറയാം, ഞാൻ കൈയടിച്ച്. ഞാൻ ഇതുവരെ ഇന്ദ്രൻ സേട്ടൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടില്ല. പുള്ളി നമ്മൾ കോമഡി ചെയ്യുന്ന ആളാണ്, പിന്നെ സീരിയസ് റോളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് പുള്ളി ആ ഒരു ക്യാരക്ടർ, കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേറെ ലെവലിൽ കൊണ്ടെത്തിച്ച് എന്ത് സാധനമാണെന്നറിയാം. അത്യാവശ്യം ഇമോഷണൽ ആണെങ്കിലും എല്ലാം കൊണ്ടും പടം വേറെ ലെവലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ സുനിൽ, കന്നഡ നടൻ സുനിൽ. ഇതിനകത്തൊരു പോലീസുകാരൻ്റെ റോളാണ് എത്തുന്നത്. പുള്ളി നെഗറ്റീവ് ഷെയ്ഡാണ് എത്തുന്നത്. പുള്ളിയുടെ പെർഫോമൻസും ഗംഭീരമൊക്കെ ഉണ്ട്. ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ റോള് കൊണ്ട് അവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മുടെ വിജയരാഘവൻ എത്തുന്നത് കേട്ടോ. എനിക്ക് വിജയരാഘവൻ്റെ ഈ ഒരു റോളൊക്കെ കണ്ടപ്പോഴത്തേക്ക് പഴയ ഏകലവ്യൻ്റെ ആ ഒരു സംഭവമൊക്കെ എനിക്ക് തോന്നി. പുള്ളിയാണ് എന്നാ പെർഫോമൻസ് ആയിട്ടാ, ഒന്നും പറയാനില്ല. പിന്നെ മറ്റൊരു ക്യാരക്ടറോട് ഇതിനകത്ത് നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള സാബു ഇതിനകത്ത് ഒരു എസ് ഐയുടെ റോളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിയും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ തിരുവനന്തപുരം സ്ലാഗാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ഈ ഒരു ചേരി പ്രദേശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ കിട്ടില്ല. സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് പുള്ളി അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആര്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആര്യയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം. എന്നാ ഫൈറ്റാണ് ആര്യയുടെ ഇതിനകത്ത്, ഗംഭീര ഫൈറ്റ്, ഒന്നും പറയാനില്ല. മൊത്തത്തിൽ സിനിമ വേറെ ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സിനിമ ഇത്രയും ഗംഭീരമാകും എന്നുള്ളത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റും പിന്നെ മുരളി ഗോപിയുടെ ഒരു പെർഫോമൻസ്, പുള്ളിയൊക്കെ എന്നാ ലെവലാണ് കേട്ടോ, എന്നാ സ്ക്രീൻ പ്രസൻസ് ആണ് പുള്ളിയുടെയൊക്കെ, ഒന്നും പറയാനില്ല. അതുപോലെ അപ്പാണി വൈജു, എല്ലാവരും. ഇത് സിനിമയിലുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ഗംഭീര പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. മസ്റ്റ് വാച്ചാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. ആര്യയുടെ പൂണ്ട് വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നൈസ് സാധനം, നൈസ് എന്ന് പറഞ്ഞാൽ പോരാ, പീക്ക് സാധനം. എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഉറപ്പായിട്ട് ഞാൻ പറയാണ്, സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് ഏതൊരു ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതി. കുറച്ച് വയലൻസ് ആണ് സിനിമ, 18+ ആണ് സിനിമ. അമ്മാതിരി വയലൻസ് സാധനം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നൈസ്. നമ്മുടെ ആര്യ വെട്രി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ എനിക്ക് ഇന്ദ്രൻ സേട്ടൻ്റെ ക്യാരക്ടർ, മുരളികൂട, നമുക്ക് ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചെയ്ത എല്ലാ ക്യാരക്ടറും ഒന്നിനൊന്നിനും ബെറ്ററായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ തന്നെയാണ്. അപ്പം സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.